കരങ്ങളുയർത്തി ഓയുള്ളിലെന്നും വസിച്ചിടുവാൻ സ്വർഗ്ഗ മണ്ഡപം വിട്ടിറങ്ങി വന്ന ഉന്നതനാഥങ്ക പ്രാവേണി എന്നും മതി ഉന്നതനാഥങ്ക പ്രാവേണി വന്നേ എന്നും മതി. അവൻ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് പാടണം. ആ ദൈവ സാന്നിധ്യത്തിനകത്ത് വെളിപ്പെടട്ടെ. അസാധാരണമായ ദൈവ സാന്നിധ്യത്തിനകത്ത് വെളിപ്പെടട്ടെ. അല്പസമയം കൂടെ നിന്റെ മുൻപിലായിരിക്കുന്നു. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യണം. പ്രാർത്ഥന ഈശ്വര നാമത്തിൽ തന്നെ എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധനായ ദൈവത്തെ സ്തുതിക്കുന്നു. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാണ്. ഞങ്ങൾ 20 കസേര നമ്മൾ എടുത്തിട്ടുള്ളൂ. ആ 20 കസേരയൊക്കെ എനിക്ക് തോന്നുന്നു ഏകദേശം 5-4 കസേര മാത്രമേ ഉള്ളൂ ഒഴിവായിട്ടുള്ളൂ. ബാക്കിയെല്ലാം കസേരയും ദൈവാത്മാവ് അനുഗ്രഹിക്കട്ടെ. ഞങ്ങള് വലിയ ആൾക്കാരൊന്നും പ്രതീക്ഷിച്ചതല്ല തുടങ്ങുന്നത്. അവൻ ഓൾറെഡി പെന്തക്കോസ്ത് വിശ്വാസത്തിൽ ഇരിക്കുന്ന ആരെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. നാളെ ആണെങ്കിൽ അവൻ ഒരു സഭ കുറിച്ചിട്ട് ഒരു സഭ പണിയുക എന്നുള്ള ഒരു തീരുമാനമല്ല ക്രൈസ്തവനുള്ളത്. ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാൻ കർത്താവ് ഒരിക്കലും നല്ല അവസരങ്ങൾക്കാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവൻ പ്രിയ എൻ്റെ ജ്യേഷ്ഠൻ്റെ പോലും സ്നേഹിക്കുന്നു. പ്രിയ യാക്കോബിനായി ജിസനും ഇവിടെ വന്നിട്ടുണ്ട്. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അവൻ അവരെ കാലം പഠിച്ച് ഒന്ന് എല്ലാവരും തുടർന്ന് ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഓർമ്മകൾ പങ്കുവയ്ക്കുവാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. പക്ഷേ വൈജയ മ്യൂസിക് കഫേക്ക് അവർക്ക് നാളെ അവർക്ക് ഒരു മീറ്റിംഗ് ഉണ്ട് കോട്ടയത്ത്. നമ്മളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും നാളെ പോകുവാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ അവർ എന്നോടുള്ള സ്നേഹം നിമിത്തം ഞാൻ അവരോട് ദേഷ്യപ്പെട്ടതുകൊണ്ട് മാത്രം അവരെ വളരെ തിരക്കുകൾ മാറ്റി വെച്ചിട്ട് വന്നിരിക്കുകയാണ്. ഞാൻ സത്യം പറഞ്ഞാൽ അവരെ വിളിച്ചു തന്നെ എൻ്റെ സ്നേഹത്തോടു കൂടിയാണ്. പക്ഷെ അവർ വന്നത് ഇന്ന് വരിക എന്നുള്ളത് അസാധ്യമായിട്ടുള്ള കാര്യമാണ് അവർക്ക്. കാരണം വലിയ ഒരു മീറ്റിംഗ് അവരുടെ ഫോളോവേഴ്സ് എല്ലാവരും കൂടി ഒരു കോട്ടയം പട്ടണത്തിൽ ഒരു വലിയൊരു മീറ്റിംഗ് നടക്കുകയാണ്. അവിടുത്തെ തിരക്കുകൾ മാറ്റി വെച്ചിട്ട് അവിടെ വന്നിരിക്കുകയാണ്. അവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. താങ്ക് യു. അമേൻ. എൻ്റെ ശുശ്രൂഷകളിൽ ഏറ്റവും അധികം ഒത്തിരി പേര് എന്നെ ഒരു വീണ്ടും വരവിന് ഒരു പുതിയൊരു തുടക്കത്തിന് സഹായിച്ചിട്ടുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട 4 പേര് ഇവിടെ വന്നിട്ടുണ്ട്. അതിലൊരാളാണ് പ്രിൻസ് എന്ന് പറയുന്നത്. പ്രിൻസിനെ ഇതിലേക്ക് ഓർക്കുമ്പോൾ സത്യത്തിൽ ഇവരെയൊക്കെ ഓർക്കുമ്പോൾ സത്യത്തിൽ പ്രസംഗശാസ്ത്രം അനുസരിച്ച് വേദിയിൽ കയറി നിൽക്കുമ്പോൾ കരയെഴുതുന്നൊരു നിയമം ഞാൻ പഠിച്ചിട്ടുണ്ട്. പക്ഷേ പ്രസംഗശാസ്ത്രം ഇവിടുത്തെ വലിയ ഇതൊന്നും അല്ല.
ഇവരെയൊക്കെ ഓർക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. എനിക്കറിയാം ഇത് ഭയങ്കരമാകുന്ന ചലനമായി മാറും. മഹത്വത്തിൽ കൂടാരം എന്ന് പറയുന്ന ഒരു ടൈറ്റിലാണ് ഞാൻ ഇട്ടത്. എന്തിനാ മഹത്വത്തിൽ കൂടാരം എന്ന് ഞാൻ ടൈറ്റിൽ ഇട്ടെന്ന് അറിയാമോ? കർത്താവിന്റെ ദാസനെ ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒരു ദൈവദാസൻ. കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ ഞാനൊരു മെസ്സേജ് കേട്ടു. ഇസ്രായേൽ ജനം ഏകദേശം 400 ലക്ഷം ആളുകൾ ഒരുമിച്ച് കൂടി യാത്ര തുടങ്ങിയാണ് ഇസ്രായേൽ ദേശത്ത് നിന്ന്. ഇസ്രായേലിൽ നിന്നും ഈജിപ്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അവൻ ദൈവം നോക്കിയത് ആ യാത്ര തുടങ്ങിയ ആളുകളെ അല്ല, മറിച്ച് ദൈവം നോക്കിയത് ആ കൂട്ടത്തിൽ നിന്നും അടുത്തൊരു ജനറേഷൻ എഴുന്നേൽക്കാൻ പോവുകയാണ്. അവരുടെ പ്രത്യേകത അവർ പരാജയത്തിൽ നിന്ന് വന്നവരാണ്. അവരുടെ പ്രത്യേകത അവർ മരുഭൂമിയിൽ ജീവിക്കുന്നവരാണ്. അവരുടെ പ്രത്യേകത അവർ മഹത്വത്തിന് കീഴിൽ പുനർന്നിരിക്കുന്നവരാണ്. ഞാൻ വിശ്വസിക്കുന്നു പരാജയത്തിൽ നിന്നും ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവർ വലിയ ദൈവിക കൈമാറ്റങ്ങൾ നടന്നിട്ടുണ്ട്. അവൻ പരാജയത്തിൽ നിന്ന് ആരെങ്കിലും തുടങ്ങിയിട്ടുണ്ടോ അത് വലിയ ചലനമായി മാറിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ജീവിതത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ പരാജയത്തിൽ നിന്ന് വന്നതാണ്. ഇന്ന് ഒരു കർത്തദാസൻ ഇവിടെ വരാൻ വേണ്ടി ഇന്ന് അടുത്ത ആഴ്ചകളിൽ ഇവിടെ വരും. അദ്ദേഹം കോഴഞ്ചേരിയിലായിരുന്നു. എൻ്റെ ഒരു സ്പിരിച്വൽ മെന്ററാണ്. അദ്ദേഹം എന്നോടുള്ള സ്നേഹം നിമിത്തം ഇവിടെ നിന്നും രാജസ്ഥാനിലേക്ക് പോകുവാൻ വേണ്ടി പറഞ്ഞു. രാജസ്ഥാനിൽ പോയി ഒരു സ്കൂളിന്റെ ഡ്രൈവറും സുവിശേഷ വേല ഒരുമിച്ച് ചെയ്യാമെന്ന് അദ്ദേഹം എൻ്റെ നന്മയ്ക്ക് കാരണമായി. എൻ്റെ നന്മ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹം ഒരു ഡിസിഷൻ എടുത്തു, രാജസ്ഥാനിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ രാജസ്ഥാനിൽ പോകുവാൻ വേണ്ടി ഞാനും ആൻസി, എൻ്റെ വൈഫാണ് ആൻസി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ലൈവിൽ കേൾക്കുന്നവർക്ക് വേണ്ടിയാണ് എനിക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻ്റെ വൈഫ് ആൻസി ഞാനും കൂടെ പെട്ടിയൊക്കെ പാക്ക് ചെയ്തിങ്ങനെ ഇരിക്കുമ്പോൾ ദൈവം ഒരു ശബ്ദം, എടാ നീ രാജസ്ഥാനിൽ പോയി വണ്ടി ഓടിക്കാനല്ല നിന്നെ ദൈവം വിളിച്ചിരിക്കുന്നത്. നീ എവിടെ തകർന്നു അവിടെ തന്നെ നിന്നെ മാനിക്കുന്ന ഒരു ദൈവം. ആ സമയത്ത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇവിടെ വീണ്ടും 2017 പാസ്റ്റർ രഞ്ജിത്ത് കേക്ക് വന്നിട്ട് ഞാൻ എൻ്റെ ചർച്ചിനെ ആദ്യമായി ഇനാഗ്രേറ്റ് ചെയ്തതാണ്. അതുകൊണ്ടാണ് ഇന്ന് ഒരു ഇനാഗ്രേഷൻ സെക്ഷനായിട്ട് ഞാൻ വെക്കുന്നത്. ഓൾറെഡി നമ്മുടെ ചർച്ച പ്രവർത്തനത്തിന്റെ ഇനാഗ്രേഷൻ കഴിഞ്ഞതാണ്. ഒരു ചർച്ചിന്റെ തന്നെ 2 ഇനാഗ്രേഷൻ വേണമെന്ന് ഞാൻ വിചാരിച്ചു. അന്ന് എനിക്കത് കഴിഞ്ഞില്ല. ഞാനൊരു കാര്യം പറയട്ടെ, ഏകദേശം 3-4 മിനിസ്ട്രിയാണ് ഈ ഹോളിനകത്ത് ഇപ്പോൾ വന്നിരിക്കുന്നത്. 4 വ്യത്യസ്ത മിനിസ്ട്രിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ മിനിസ്ട്രിയെ ഒരിക്കലും പിശാചിന് തകർക്കാൻ പറ്റില്ല. ഞാൻ 2 വാക്ക് പറഞ്ഞിട്ട് കർത്താവിന്റെ ദാസന്മാരുടെ കയ്യിലേക്ക് ഞാൻ കൊടുക്കുകയാണ്. ഒരിക്കലും നമ്മുടെ മിനിസ്ട്രിയെ, നമ്മുടെ പ്രസ്ഥാനത്തെ പിശാചിന് തകർക്കാൻ പറ്റത്തില്ല, ഒരിക്കലും പറ്റത്തില്ല. പക്ഷെ നമുക്ക് നമ്മുടെ മിനിസ്ട്രിയെ തകർക്കാൻ പറ്റും. നമുക്ക് നമ്മുടെ പ്രസ്ഥാനങ്ങളെ തകർക്കാൻ പറ്റും. അങ്ങനെ ക്രൈസ്റ്റ് ജനറേഷൻ തകർന്നു എന്ന് വിധി എഴുതിയ സ്ഥലത്തു നിന്നാണ് ഇപ്പോ നേട്ടമൊന്നും ആയില്ല. കയ്യിൽ സാമ്പത്തികമൊന്നും വെച്ചിട്ടല്ല ഞങ്ങൾ ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത്. ഞങ്ങളുടെ നിക്ഷേപം സ്വർഗമാണ്. അവന്റെ ഭണ്ഡാരം കുലുക്കി ഞങ്ങളെ ദൈവം കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹം ഈ ദിവസങ്ങളിൽ തരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അത് വിശ്വസിക്കുന്ന ദൈവജനക്കാരൻ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. തുടർന്നുള്ള സമയം ഒരു യാക്കോബിനെ ഞാൻ മുന്നോട്ട് വിളിക്കുകയാണ്. അദ്ദേഹം ഈ കാലഘട്ടത്തിൽ ശക്തമായി ഉപയോഗിക്കുന്ന ഒരു ഗായകനാണ്. കർത്താവിന്റെ ജിസൻ ഇവിടെ വന്നിട്ടുണ്ട്. വൈജയൻ മ്യൂസിക് കഫേ. അവര് ഒരുമിച്ചാണ്. അവര് പെട്ടെന്ന് തിരികെ പോകുവാൻ വേണ്ടി മാത്രമാണ് പെട്ടെന്ന് ഇവിടെ വന്ന് അവരുടെ അവർ പിന്നീട് പറയാന്ന് പറഞ്ഞു. നമുക്ക് ഞാൻ വചനം സംസാരിക്കാനൊന്നുമല്ല ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ. ഞാൻ തന്നെ എൻ്റെ ചർച്ചയിൽ തന്നെ ഞാൻ തന്നെ വചനം സംസാരിക്കാന്ന് പറയുന്നത് അത് മോശമാണ്. ഞാൻ 1-2 ഓർമ്മകൾ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. 2014 അവസാന സമയങ്ങളാണ്. നിങ്ങളിത് കേൾക്കണം. 2014 അവസാന സമയങ്ങളാണ് ക്രൈസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്ന ഒരു ടീം ആരംഭിച്ചത്. 2014 ഏകദേശം 6 വർഷങ്ങളായിരുന്നു. എൻ്റെ കൂടെ അന്ന് പ്രവർത്തിച്ച ജാക്സൺ ജോസഫ്, പേര് പറയുന്നതിൽ ജാക്സൺ കേൾക്കുന്നുണ്ടെങ്കിൽ പേര് പറയുന്നതിൽ ക്ഷമിക്കണം. ജാക്സൺ
ഞാനും ജാക്സണും ഒരു റൂമിനകത്തിരുന്നാണ് ഞങ്ങളുടെ ഈ പ്രേയറുകൾ സ്റ്റാർട്ട് ചെയ്തത്. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിലുള്ള ചിന്തകൾ, വളരെ അനുഗ്രഹിക്കപ്പെട്ടുള്ള ആഗ്രഹങ്ങളായിരുന്നു അന്ന് ഞങ്ങൾക്ക് ഉള്ളത്. ഏകദേശം 2016 അവസാനം വരെ ആഗ്രഹങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നു. ഇവിടെയുള്ളത് ആഗ്രഹങ്ങൾ, ഇത് ചെയ്യണം അത് ചെയ്യണം. 2016 ആദ്യത്തെ ഞങ്ങളുടെ മീറ്റിംഗ് നടത്തുന്നത്. ഞാൻ അന്ന് കർത്താവിൽ ക്രിസ്തുവിൽ മർമാറിഞ്ഞ സിസ്റ്റർ ആഞ്ചലി പോളിന്റെ ചർച്ചിൽ അവരുടെ യൂത്ത് വിഭാഗം ഒരു ടീം തുടങ്ങി. ആ ടീമിന്റെ പേര് പറഞ്ഞാൽ നിങ്ങൾ കേട്ടത്, ആ ടീമിന്റെ പേര് വൈജയ് എന്നാണ്. യങ്സ്റ്റേഴ്സ് ഫോർ ജീസസ് വൈജയ് എന്ന് പറഞ്ഞ ടീം തുടങ്ങി. അതിലെ വർഷിപ്പ് ലീഡറായിരുന്നു അവൻ ചിന്തു തമ്പി, ജിബിൻ ജോൺ, അങ്ങനെ പറഞ്ഞ ഒരു കൂട്ടം അഭിഷിക്തന്മാർ ഇന്ന് വിജയൻ പാസ്റ്ററുടെ കൂടെയും ഒക്കെ നിൽക്കുന്ന ഒരുപാട് ദൈവദർശന്മാർ അന്ന് അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അതിലൊരു വർഷിപ്പ് ലീഡറായിരുന്നു ഞാൻ. അങ്ങനെ 2016 ഞങ്ങൾ ആദ്യത്തെ മീറ്റിംഗ് നടത്തിയത്. ദൈവത്തിന്റെ കൃപയാൽ ആദ്യത്തെ മീറ്റിംഗ് തന്നെ ഞാൻ ഒരാളായി മാറി. ക്രൈസ്റ്റ് ജനറേഷൻ ആദ്യത്തെ മീറ്റിംഗിൽ ക്രൈസ്റ്റ് ജനറേഷന്റെ അംഗത്വമുള്ള ആരും എൻ്റെ കൂടില്ല. അവൻ ജാക്സൺ ജോസഫ് ഇല്ല, അവൻ അങ്ങനെ ആരും ഇല്ലാത്ത ഞാൻ ഒറ്റയ്ക്ക് മാത്രം ഒരു കൂട്ടം അവൻ യൗവനക്കാർ എൻ്റെ കൂടെ അന്ന് പഠിച്ച പെന്തക്കോസ്തുകാർ പോലും അല്ലാത്ത കുറച്ച് യുവാക്കൾ വന്ന് പാടുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്ത ഒരു മ്യൂസിക് ഫെസ്റ്റ് ഞങ്ങൾ നടത്തുവാനിടയായി. അതിനുശേഷമാണ് പ്രിയ നിഖിലും ജിനീഷും ജോമോൻ എന്ന് പറയുന്ന ദൈവദാസൻ, ദൈവം അനുവദിക്കുകയാണെങ്കിൽ അദ്ദേഹം വരുമെന്നാണ് എന്നോട് പറഞ്ഞത്. ജോമോൻ എന്ന് പറയുന്ന ദൈവദാസൻ ഞങ്ങളെല്ലാവരും കൂടി ഒരു ടീം, ഈ ക്രൈസ്റ്റ് ജനറേഷൻ ടീം ഒരു ടീമായി മാറി. അന്ന് മുതൽ എൻ്റെ കൂടെ ആയിരിക്കുന്ന രണ്ടുപേരാണ് നിഖിലും ജിനീഷും. അങ്ങനെ 2017 വരെ ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയി. പക്ഷെ 2017 ആയപ്പോൾ തന്നെ ചെറിയൊരു തടസ്സം ഞങ്ങളുടെ മിനിസ്ട്രിയിൽ, എൻ്റെ ജീവിതത്തിൽ വലിയൊരു പരാജയം സംഭവിക്കുകയും 2017 4 വീടാന്തരെ ഞാൻ തുടങ്ങുവാനിടയായി. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, 2017 തന്നെ ദൈവം ഒരു ബ്രേക്ക് ത്രൂ തന്നു. 2018 വീണ്ടും ക്രൈസ്റ്റ് ജനറേഷൻ കൊണ്ടുവരുന്നു. പക്ഷെ ഒരു മൂവില്ല, ഒരു ചലനമില്ല, ആരും കൂടെ നിൽക്കുന്നില്ല. ഞാനൊരു മീറ്റിംഗ് നടത്തി കഴിഞ്ഞാൽ ആരും കടന്നു വരുന്നില്ല. കർത്താവിന്റെ ദാസന്മാരെ വിളിക്കുമ്പോൾ അവർക്ക് കൊടുക്കുവാൻ പൈസ ഇല്ല. അങ്ങനെ പൈസ ഇല്ലാതെ സ്പോൺസർ ചെയ്ത ആളുകളെല്ലാം സ്പോൺസറിങ് മാറിപ്പോയിട്ട് കർത്താവിന്റെ ദാസന് കൊടുക്കാതെ, പൈസ കൊടുക്കാതെ അന്ന് എടുത്ത ഓഫറിങ് മാത്രം അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇന്ന ഡേറ്റിൽ ഞാൻ തിരികെ തരാമെന്ന് പറഞ്ഞു. ആരോടും പറയരുത്, ഇന്ന ഡേറ്റിൽ തിരികെ തരാമെന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം ഇവിടെ നിന്ന് അദ്ദേഹത്തിന്റെ വീട്ടിൽ എത്തുന്നതിന് മുമ്പ് ഈ കേരളം മൊത്തവും അത് അറിയിച്ചു. പ്രസിദ്ധരാകുന്ന ദൈവദാസന്മാർ അവരൊക്കെ എന്നെ വിളിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ അവരെന്നെ വിളിച്ചിട്ട് വഴക്ക് പറയാനിടയായി. ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞ അതേ സമയത്ത് തന്നെ എൻ്റെ കയ്യിൽ പൈസ വന്നു. അദ്ദേഹം ഇത്രയും കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് കൊടുക്കില്ല. ഒരു പാവപ്പെട്ട ദൈവദാസനെ വീട്ടിൽ വിളിച്ച് അദ്ദേഹത്തിന് കയ്യിൽ കൊടുത്തിട്ട് അദ്ദേഹത്തിന് നല്ല ഫുഡും വെച്ചു കൊടുത്തു. പ്രിയമുള്ളവരെ, ഞാനൊരു കാര്യം പറയാം. ദൈവം വിശ്വസ്തരാണെങ്കിൽ നിന്റെ സ്ഥിതിയെ ദൈവം മാറ്റിയിരിക്കും. 2019 ആദ്യമാണോ 2018 അവസാനം, എനിക്ക് തോന്നുന്നു സെപ്റ്റംബർ മാസം 14 ഞാനും പ്രിൻസുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാകുന്നത്. പ്രിൻസും ഞാനും കൂടെ ഒരു മീറ്റിംഗ് നടത്തി. ശ്രീലേഖ മാവേലിക്കര എന്ന് പറയുന്ന ദേവദാസിയെ വിളിച്ചൊരു മീറ്റിംഗ് നടത്തി. ഭയങ്കര അനുഗ്രഹമായിരുന്നു. അത് ജിസനെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന മീറ്റിംഗ് ആയിരുന്നു. അങ്ങനെ ഒരു ചെറിയൊരു ചലനം ക്രൈസ്റ്റ് ജനറേഷനിൽ ഉണ്ടായെങ്കിൽ ആ മീറ്റിംഗിൽ ക്രൈസ്റ്റ് ജനറേഷന്റെ പേര് പോലും വെക്കാതെയാണ് ഞാൻ ആ മീറ്റിംഗ് നടത്തിയത്. കാരണം എൻ്റെ പേര് വെച്ചാൽ, എൻ്റെ ക്രൈസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്ന ടീമിന്റെ പേര് വെച്ചാൽ ആരും കയറത്തില്ല. അത് മാത്രമല്ല, ഞാൻ വീണ്ടും മീറ്റിംഗ് നടത്തിയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമാകുമെന്നുള്ളതുകൊണ്ട് പേര് പോലും വെക്കാതെ ഒരു മീറ്റിംഗ് അന്ന് നടത്തി. ഞാൻ രംഗത്ത് വരാതെ ഇതുപോലെ ഇപ്പോൾ യാക്കോബിന്റെ ഇരിക്കുന്ന പോലെ ഏറ്റവും പുറകിൽ ഞാനിങ്ങനെ ഇരിക്കുകയാണ്. കറന്നുകൊണ്ട് ലീഡ് ചെയ്യാൻ ദൈവദാസനെ വിളിച്ചു, പ്രസംഗിക്കാൻ ദൈവദാസനെ വിളിച്ചു, വർഷിപ്പ് ചെയ്യാൻ ദൈവദാസനെ വിളിച്ചു. ലീഡിങ്ങും പ്രസംഗവും വർഷിപ്പും എല്ലാം ദൈവദാസന്മാരെ വിളിച്ചിട്ട് ഞാനൊക്കെ പുറകെ ഇരിക്കുക. കാരണം ഞാൻ ഫ്രണ്ടിൽ വന്നാൽ എൻ്റെ പേര് പോലും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നാട്ടുകാര് അതൊന്നും പറഞ്ഞു കളയും. അതുകൊണ്ട് ഞാൻ മുന്നിൽ വന്നില്ല. പക്ഷെ ഇന്ന് ധൈര്യത്തോടെ ഫേസ്ബുക്കിന്റെ മുൻപിൽ എൻ്റെ പേര് വെച്ചുകൊണ്ട് പോസ്റ്റ് അടിക്കാനുള്ള ധൈര്യം കർത്താവ് തന്നു. നിങ്ങൾ വിട്ടുന്നില്ലല്ലോ. ഞാൻ ഈ പറയുന്നത് ക്ലിയർ ആണല്ലോ? ഓക്കെ.
കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാൽ ഞാനിത് പറഞ്ഞു വരുന്നത് ഒരു വലിയൊരു ഒരു കാര്യത്തിലേക്കാണ്. അങ്ങനെ 2019 ക്രൈസ്റ്റ് ഹൗസിന്റെ ഒരു മീറ്റിംഗ് നടന്നില്ല. 2019 ക്രൈസ്റ്റ് ഹൗസിന്റെ ഒരു മീറ്റിംഗ് നടന്നില്ല. 2019 അവസാന സമയങ്ങളിൽ ഡിസംബർ മാസത്തിൽ അവൻ വീണ്ടും പ്രിൻസുമായിട്ടൊരു കണക്ഷൻ. ഞാൻ ഈ പ്രിൻസിന്റെ പേര് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് നിങ്ങൾ കേൾക്കില്ല. അവൻ പ്രിൻസുമായിട്ടൊരു കണക്ഷൻ നീങ്ങുന്നുണ്ട്. അതുമൂലം അങ്ങനെ ഒരു കൂട്ടം യൗവന കോട്ടയത്ത് അതിശക്തമായി ഉപയോഗിക്കുന്ന കുറച്ച് കണക്ഷൻ. പ്രിയമുള്ളവരെ, പരാജയപ്പെട്ടവനെ കാലുകൊണ്ട് തട്ടിക്കളയുന്നവനല്ല ആത്മീയനെന്ന് പഠിപ്പിച്ച സുഹൃത്തുക്കൾ. നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ. നമ്മുടെയൊക്കെ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് പരാജയപ്പെട്ടവനെ കാലുകൊണ്ട് തട്ടി പുറത്തു കളയുന്നു. അവന്റെ സാക്ഷ്യം വിലക്കുന്നു, അവന്റെ സാക്ഷ്യം വിലക്കുന്നു, അവനെ ചർച്ചിൽ പുറകെ ഇരുത്തുന്നു. പക്ഷെ അവന്റെ സ്വോത്രാഴ്ച വേണം. അങ്ങനെ ഒരു കൂട്ടമാണ് ഇവിടുത്തെ. പക്ഷെ അവൻ അങ്ങനെ ഇല്ലാത്ത ഇങ്ങോട്ട് മേടിക്കാതെ സ്നേഹിക്കുന്ന ഒരു തലമുറകളെ ഞാൻ കോട്ടയത്ത് കാണാൻ വേണ്ടിയായി. അവൻ പത്തനംതിട്ടയിലും അങ്ങനെ ഒരു കൂട്ടം എഴുന്നേക്കാൻ പോവാം. അവൻ പരാജയപ്പെട്ട ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഓർത്തോ, നിങ്ങൾക്കുള്ള വേദി ഇവിടെ ഉണ്ട്. ഇവിടെ ഉണ്ട്. ഞങ്ങളിവിടെ സ്വർഗത്തിൽ നിന്ന് ഏറി വെച്ചുകൊണ്ടിരിക്കുന്ന വിശുദ്ധന്മാരെ തിരഞ്ഞല്ല ഇവിടെ ഒരു മീറ്റിംഗ് നടത്തുന്നത്. തുടക്കത്തിലായി പറയാം, അവൻ പരാജയപ്പെട്ട് ദേശത്ത് അപമാനപ്പെട്ടവർക്ക് വേണ്ടിയാണ് ഈ മീറ്റിംഗ്. പ്രിയമുള്ളവരെ, ഈ 2020 ആദ്യം മുതൽ ഈ സമയത്ത് വരെ ക്രൈസ്തവന്റെ വളർച്ച മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഓരോ ദേശങ്ങളിലും ഓരോ പട്ടണത്തിലും പോയി ഓരോ സഹായങ്ങൾ അല്ലെങ്കിൽ ഓരോ പ്രവർത്തനം ചെയ്യുമ്പോൾ ഞങ്ങളുടെ ഹൃദയം നിറയുന്ന മാത്രമല്ല, കഴിഞ്ഞ 1-2 ആഴ്ചകൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു പ്ലാന് എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഒരു പ്ലാനേ ഇല്ലായിരുന്നു. സഭ തുടങ്ങണമെന്നോ ചർച്ച് ആരംഭിക്കണമെന്നോ ഇങ്ങനെ ഒരു കൂട്ടം കൂടണം ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴൊന്നും വേണ്ട. ഞാൻ കർത്താവിദാസൻ യാക്കോബ് കഴിഞ്ഞ 2-3 ആഴ്ചകൾക്ക് മുമ്പ് പറഞ്ഞതേ ഉള്ളൂ, ഞാൻ ഇപ്പോഴേ ചർച്ച നടത്തില്ല ഉള്ളത്. പക്ഷെ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി അല്ലെങ്കിൽ 2-3 ആഴ്ചകളായി എന്റെ ഹൃദയത്തിൽ ഒരു പരിശുദ്ധാത്മ ഒരു നിയോഗം വന്നുകൊണ്ടിരിക്കുകയാണ്. നീ തുടങ്ങണം. നിനക്ക് വേണ്ടി ഒരു കൂട്ടം റെഡിയായി നോക്കി നിൽക്കുന്നു. ഞാനൊരു കാര്യം വിളിച്ചു പറയാം. നിങ്ങൾക്ക് വേണ്ടി ഒരു കൂട്ടം ചില സ്ഥലങ്ങളിൽ ഒരുങ്ങിയിട്ടുണ്ട്. അത് സമയമാകുമ്പോൾ നിങ്ങൾ അടുത്തെത്തും. ഹല്ലേലൂയ. ഞാൻ അസാധാരണമായ ദൈവ സാന്നിധ്യത്തിൽ നിറഞ്ഞ് പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തു. അങ്ങനെ 2-3 ഹോള് നോക്കി, അതൊന്നും കിട്ടിയില്ല. ഇവിടെ വന്ന് ഈ ഹോള് ചോദിച്ചപ്പോഴേ അതേ പറഞ്ഞു, വാടകയൊന്നും തരണ്ട. വാടകയൊന്നും തരണ്ട, നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും തന്നാൽ മതി. നിങ്ങൾ ഇവിടെ ആരാധിച്ചോ? നിങ്ങൾക്ക് സന്തോഷമില്ല. എല്ലാവരും ഭയങ്കര അസൂയപ്പെട്ടിരിക്കുന്നു തോന്നുന്നു. പ്രിയമുള്ളവരെ, എൻ്റെ ഒരു ചിന്ത എന്ന് പറയുന്നത് ഇവിടെ വലിയ ഉണർവിന്റെ കാറ്റ് വീശണമെന്ന് ഇപ്പോഴേ എനിക്ക് ആഗ്രഹമില്ല. പക്ഷെ ആരും പറഞ്ഞു അടൂരിൽ നിന്ന് ഉണർവിന്റെ മേഘം പൊങ്ങിപ്പോയെന്നോ ഇവിടുന്ന് പോയെന്നൊക്കെ ആരെങ്കിലും പറഞ്ഞു. പക്ഷെ ഉണർവ് അടൂരിൽ തന്നെ ഉണ്ടെന്ന് ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ തെളിയിക്കാൻ പോവാ. തെളിയിക്കും. പരാജയപ്പെട്ടവരും ശുശ്രൂഷയുണ്ടെന്ന് ക്രൈസ്റ്റ് ജനറേഷൻ തെളിയിക്കാൻ പോവുകയാണ്. നിനക്ക് 2 വേദി അടയ്ക്കാൻ പറ്റുമായിരിക്കും. 2 വേദി അടയ്ക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ അഭിഷേകമുള്ളവനെ അഭിഷേകത്തെ തകർക്കാൻ ആർക്കും സാധിക്കുകയില്ല. 2 ബന്ധങ്ങൾ പോയി കഴിഞ്ഞാൽ വേദി അടഞ്ഞെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. പക്ഷെ ഫെബ്രുവരിയുടെ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു. എന്നെ അമ്പലത്തിനകത്ത് ബ്ലോക്ക് ആക്കിയവരുണ്ട്. പക്ഷേ ഈ 2020 ഏഴംകുളത്ത് ബന്ധങ്ങൾ ഇങ്ങോട്ട് വിളിച്ചു പറയുകയാണ്. ഞങ്ങളും ഉണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, ബന്ധങ്ങളല്ല സ്പിരിച്വാലിറ്റി, മറിച്ച് അഭിഷേകമാണ്. അഭിഷേകം എവിടെയുണ്ടോ, നിയോഗം എവിടെയുണ്ടോ ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ആഴ്ചകളിൽ ഇവിടെ ഭയങ്കരമാകുന്ന ദൈവിക പ്രവൃത്തികൾ നടക്കും. ഇന്ന് വന്നവർ ഒരു 6 മാസം, ഞാൻ ഗ്യാരണ്ടി പറയാം, ഇന്ന് വന്നവർ 6 മാസം കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ വിളിക്കും. ഈ ഹോളും നിറഞ്ഞ് വെളിയിലേക്കും നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്ന രീതി ഈ മിനിസ്റ്ററി ഞങ്ങൾ വളർത്തും. ഞങ്ങൾ വളർത്തും പരിശുദ്ധാത്മ വലിയ വളർത്തുന്നതെന്ന് നിങ്ങൾ തോന്നും.
അങ്ങനല്ല, നമ്മൾ എപ്പോൾ ഇറങ്ങുന്നോ അപ്പോഴാണ് പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. കാരണം നമ്മൾ പോകുന്ന വഴിയെ ദൂതന്മാർ നടക്കത്തുള്ളൂ. സത്യത്തിൽ നമ്മുടെ മിനിസ്ട്രിയിൽ എന്താ ഒന്നും നടക്കാതെ നമ്മൾ എഴുന്നേൽക്കുന്നില്ല. അയ്യോ, എന്റെ വീട്ടിനകത്ത് ഒന്നും നടക്കുന്നില്ല, എന്റെ കുടുംബത്തെ ആരും ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല, എന്റെ തലമുറ മാത്രം എന്താ അനുഗ്രഹിക്കാതെ അവൻ അനുഗ്രഹിക്കപ്പെടാത്തെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുന്നേൽക്കുന്നില്ല. പ്രിയമുള്ളവരെ, അഭിഷേകം പ്രാപിച്ച് ദൈവ മാനസാന്തരപ്പെട്ട് ചർച്ചിനകത്ത് രണ്ട് അന്യഭാഷ പറഞ്ഞിരിക്കാനല്ല നിങ്ങൾ ഓരോരുത്തരും ദൈവം വിളിച്ചിരിക്കുന്നത്. അവൻ അഭിഷേകം പ്രാപിച്ചിട്ടുണ്ടോ, അവൻ ദൈവത്തിന്റെ വേല നിങ്ങൾ ചെയ്തിരിക്കണം. അവൻ കർത്താവിനെ വിശ്വസിക്കുന്നവരെല്ലാം അവന്റെ ശിഷ്യന്മാരാണ്. ഞാൻ ആ ഒരു റെവലേഷനാണ് ഇരിക്കുന്നത്. ഒരു കൂട്ടം ക്രൈസ്റ്റ് ജനറേഷനെ എഴുന്നേൽപ്പിക്കാൻ കർത്താവ് ഭാഗ്യം ഒരുക്കിയതാണ് ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ വന്ന് ആശംസ പറഞ്ഞ ഞങ്ങളുടെ സുഹൃത്തുക്കൾ, എൻ്റെ അനുജന്മാർ, ഞാൻ എപ്പോഴും ഈ രക്തമെന്ന് ഞങ്ങൾ തമ്മിലൊന്നുമില്ല. നിഖില് ഇവിടെ ലീഡ് ചെയ്ത നിഖിലും ജിനീഷും, പക്ഷേ രക്തബന്ധത്തെക്കാട്ടിൽ ഭയങ്കര സ്നേഹബന്ധമാണ് അവർക്ക് എന്നോടുള്ളത്. അവൻ പലപ്പോഴും ഞാൻ ഒത്തിരി അപമാനം സഹിച്ചിട്ടുണ്ട്. എന്തിനാ ഇവരെയൊക്കെ ഇങ്ങനെ കൊണ്ട് നടക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരിവിടെ ഇല്ലല്ലോ, എന്തിനാ ഇവരെയൊക്കെ കൊണ്ട് നടക്കുന്നത് എന്ന് ഒത്തിരി പേര് എന്നെ മാറ്റി നിർത്തി കൗൺസിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ കൗൺസിൽ ചെയ്യുന്നവന്മാർ പോലും സ്നേഹിക്കാത്ത രീതിയിൽ അവന്മാർ എന്നെ സ്നേഹിക്കുന്നത്. സ്വതന്ത്രം, ഹല്ലേലൂയ. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ തകർച്ചയിലും എൻ്റെ കൂടെ നിന്നുള്ള ദൈവദാസന്മാർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവർക്കും ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഒത്തിരി ദൈവദാസന്മാർ ആശംസ അറിയിച്ചിട്ടുണ്ട്. ഒത്തിരി ദൈവദാസന്മാർ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത ആഴ്ചകളിൽ കടന്നു വരും. കുറച്ച് പേര് വഴിയാത്രയിലാണ്. എൻ്റെ പപ്പ ഇന്ന് ഡ്യൂട്ടി ഉണ്ട് അദ്ദേഹത്തിന്, അതുകൊണ്ടാണ് ഇവിടെ വരാഞ്ഞത്. എല്ലാവരും വിചാരിക്കും പപ്പ മാത്രമില്ലല്ലോ. പപ്പ പറയാതിരുന്നതൊന്നുമല്ല, പപ്പ വരാതിരുന്നതാണ്. പപ്പയ്ക്ക് ഇന്ന് ഡ്യൂട്ടി ഉണ്ട്. ഇന്നലെ രാത്രി ഞങ്ങളിവിടെ എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരുന്നു. പപ്പ ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം അടുത്ത ആഴ്ച ഞങ്ങളുടെ കൂടെ ഉണ്ടാകും. അപ്പം അടുത്ത ആഴ്ചയിൽ ഞാൻ വിശ്വസിക്കുന്നു ഭയങ്കരമായ ദൈവപ്രവൃത്തി കൊണ്ട് നടക്കും. അടുത്ത ആഴ്ചയിൽ ഞങ്ങളുടെ കൂടെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ദേവദാസൻ ശുശ്രൂഷിക്കാനുണ്ടാകും. അവൻ തുടർന്ന് കർത്താവദാസൻ യാക്കോബ് ബ്രദറിന്റെ കയ്യിൽ യാക്കോബ് ബ്രദറിന്റെ കയ്യിൽ കൊടുക്കുകയാണ്. വൈജെ മ്യൂസിക് കഫേ ഭയങ്കരമാകുന്ന ഒരു ടീമാണ്. ഞാൻ പ്രവചിക്കുന്ന പ്രവചനങ്ങൾ സത്യമാണെന്ന് എനിക്ക് തന്നെ വിശ്വാസമാണ്. ഈ സത്യത്തിൽ നമ്മൾ പ്രവചിക്കുന്ന പ്രവചനങ്ങൾ പലതും ഞാൻ പറയുന്ന വെറും വാക്കുകൾ, ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്ന കാര്യമില്ല.